ചുട്ടുപൊള്ളുന്ന സഹാറ മരുഭൂമിയിലൂടെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ശരീരത്തിലെ ഓരോ അണുവിലും സൂര്യരശ്മികൾ വന്ന് കുത്തിക്കയറുന്നത് നേരിട്ട് അനുഭവിച്ചറിയാം. അതും ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള ട്രെയിനിൽ. 1963 മൗറിറ്റാനിയയുടെ ട്രെയിൻ ഡു ഡെസേർട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. അറ്റ്ലാന്റിക് തീരത്തെ നൗദിബോ തുറമുഖത്തു നിന്ന് രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള സുറിയത്തിലെ ഇരുമ്പ് ഖനികളിലേക്ക് ഓടുന്ന ദൈനംദിന ട്രെയിനാണിത്. മൊത്തം ഓടിത്തീർക്കുന്ന ദൂരമാകട്ടെ 704 കിലോമീറ്ററും. ട്രെയിനിന്റെ നീളം 2.5 കിലോമീറ്റർ. ലോകത്തിൽ തന്നെ നോക്കിയാൽ ഏറ്റവും നീളം മാത്രമല്ല, ഭാരവും ഈ ട്രെയിനിന് തന്നെയാണ് കൂടുതൽ. കപ്പലുകളുടെ ലോകത്തെ ഏറ്റവും വലിയ ശ്മശാനം എന്നറിയപ്പെടുന്നതാണ് നൗദിബോ തുറമുഖം. തർക്കപ്രദേശമായ പടിഞ്ഞാറൻ സഹാറയുടെ അതിർത്തിയിലൂടെയാണ് ഈ ട്രെയിനിന് യാത്ര. മുഴുവൻ ദൂരവും സഞ്ചരിക്കാൻ ഏകദേശം 20 മണിക്കൂർ എടുക്കും. 3-4 ഡീസൽ ലോക്കോമോട്ടീവുകൾ, ഒരു പാസഞ്ചർ കാരേജ്, 200 മുതൽ 210 വരെ ചരക്ക് കമ്പാർട്ട്മെന്റുകൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഈ ട്രെയിൻ. 84 ടൺ ഇരുമ്പയിര് വരെ വഹിക്കാൻ കഴിയുന്ന ബോഗികളാണ് ഇവയ്ക്ക്. ആളുകൾക്ക് യാത്ര ചെയ്യാനായി തയ്യാറാക്കപ്പെട്ടതല്ല ഈ ട്രെയിൻ എന്നതാണ് സത്യം. എന്നാൽ മരുഭൂമിയിൽ ജീവിക്കുന്ന ജനതയുടെ പ്രധാന യാത്രാ മാർഗമാണ് ഈ ട്രെയിൻ. ഏകദേശം 100ഓളം യാത്രക്കാർ ദിനംപ്രതി ഈ ട്രെയിനിൽ കയറി യാത്ര ചെയ്യുന്നു. റോഡ് വഴിയാണ് യാത്രയെങ്കിൽ ഏകദേശം 500 കിലോമീറ്റർ ഉണ്ട്. അസുഖകരമായ ആ യാത്രയിൽ നിന്നും അല്പമെങ്കിലും മോചനം നൽകാൻ ഈ ട്രെയിനിന് സാധിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.